ഗൈസ്, ഇന്ന് രാവിലെ ഒരു പനിക്കോളം കൊണ്ടാണ് ഞാൻ എണീറ്റത്. നല്ല ജലദോഷം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ നല്ല ബോഡി പെയിൻ ഉണ്ട്. പിന്നെ ബോഡി പെയിൻ ഞാൻ തീരെ വക വെച്ചില്ല, കാരണം കുറേ കാലത്തിന് ശേഷം ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് ബോഡി പെയിൻ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ ഇങ്ങനെ പണിക്ക് പോകുന്ന അമ്മേനെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ എന്നത്തെയും ഹോബിയാണ്. കാരണം എന്നും ഞാനിങ്ങനെ വെറുപ്പിക്കും, അമ്മേനോട് എന്തെങ്കിലും കേൾക്കും, ആ കേൾക്കുന്ന സമയത്ത് ഞാൻ ആ വെറുപ്പിക്കൽ അവിടെ നിർത്തും, പിന്നെ അമ്മ പോകും. അപ്പോഴാണ് എനിക്ക് സമാധാനമാവുക. അങ്ങനെ നമ്മൾ നേരെ പോയി പല്ലൊക്കെ തേച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അടുക്കളയിൽ പോയപ്പോൾ ഇന്ന് പുട്ടായിരുന്നു. അപ്പോൾ പുട്ട് രാവിലെ കഴിക്കത്തില്ല, പുട്ട് രാവിലെ കഴിക്കും, പക്ഷേ ജിമ്മിൽ പോകുന്നതുകൊണ്ട് പുട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ട്രെയിനറെ വിളിച്ച് പെർമിഷനൊക്കെ എടുത്ത് ചപ്പാത്തി കഴിച്ചോട്ടെ ചോദിച്ചാൽ ചപ്പാത്തിയിൽ ഫൈബർ ഉണ്ട്, നീ എന്താ ചപ്പാത്തി പ്രാന്തിയാണോ എന്നൊക്കെ ചോദിച്ച് അവസാനം നീ ചപ്പാത്തി കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 ചപ്പാത്തിയൊക്കെ എടുത്ത് ചുട്ട് കഴിച്ച്. എനിക്ക് അപ്പോൾ സമാധാനമായി, കാരണം സ്മൂത്തി ഒന്നും അടിക്കാനുള്ള ആവതിന്ന് എനിക്കില്ലായിരുന്നു, വയ്യാത്തതുകൊണ്ട്. അങ്ങനെ അമ്മേൻ്റെ നല്ല അയിലക്കറിയും ചപ്പാത്തിയും കഴിച്ച് നേരെ നമ്മുടെ കൊപ്പര പോയി ഉണക്കാൻ കൊണ്ടുപോയി. അങ്ങനെ 4-5 ദിവസമായി ഇപ്പോൾ ഉണക്കുന്ന, ഇനി നമുക്ക് നേരത്തെ വെളിച്ചെണ്ണ ആക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, ടാറ്റാ.